ഏറ്റവും വലിയ റെയിൽ പാലത്തിന്റെ പണി വല്ലാർപാടത്ത് പൂർത്തിയായി. റെയിൽ പാലത്തിന്റെ അവസാന ഗർഡർ ഇന്ന് സ്ഥാപിച്ചു. അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാക്കി ഡിസംബറിൽ റെയിൽപാത കമ്മീഷൻ ചെയ്യും. നീളം 4.62 കിലോമീറ്റർ, ചെലവ് 300 കോടിയിലധികം. ഉപയോഗിച്ചത് 18,000 ടൺ ഇരുമ്പുരുക്ക്, 50,000 ടൺ സിമന്റ്, 700 തൊഴിലാളികളും 50 എഞ്ചിനീയർമാരും 2 വർഷത്തോളം നടത്തിയ കഠിന പ്രയത്നം. ഇതിന്റെ ആകെത്തുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽ പാലം. ആകെ 132 സ്പാനുകളിലായി 231 ഗർഡറുകൾ ഉപയോഗിച്ചാണ് പാലം പണിതീർത്തത്. 220 ടൺ തൂക്കം വരുന്ന ഓരോ ഗർഡറും വല്ലാർപാടത്ത് പണിത് ക്രെയിൻ ഉപയോഗിച്ച് നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു. വടുതലയിൽ അവസാന ഗർഡർ സ്ഥാപിക്കുമ്പോൾ തുറമുഖ ട്രസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമടക്കം നിരവധി പേർ എത്തിയിരുന്നു. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ലോങ്സ്റ്റ് ബ്രിഡ്ജാണ് ഇന്ത്യൻ റെയിൽവേ ബ്രിഡ്ജ്. ആൻഡ് ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് 132 സ്പാൻ ഉണ്ട്. ആൻഡ് ഇത് ലോഞ്ചിങ് എന്ന് പറയുന്നത് ഇത് ബാക്ക് വാട്ടേഴ്സിൽ കൂടെ ആയത് കാരണം അപ്രോച്ച് ഒന്നും ഇല്ലാണ്ട് കായലിൽ തന്നെ ചെയ്യുന്ന പണിയായത് കാരണമുള്ള റിസ്ക് ഡെഫിനറ്റ്ലി ഉണ്ട് ഇതിൽ. റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിയായ അഫ്കോൺസ് ആണ് പണികൾ നടത്തിയത്. ഇനി 500 മീറ്ററോളം അപ്രോച്ച് റോഡിന്റെ പണികളാണ് തീരാനുള്ളത്. അതിനുശേഷം ലിങ്ക് ചെയ്ത് കമ്മീഷൻ ചെയ്താൽ മതി. ചരക്ക് വണ്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പാതയായതിനാൽ സുരക്ഷാ പരിശോധനയും ആവശ്യമില്ല. റെയിൽപാതയ്ക്ക് സ്ഥലമെടുക്കുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ മുതൽ കായലിന് മുകളിൽ കൂടി പാലം പണിയുകയെന്ന ഭാരിച്ച ദൌത്യം വരെ നിരവധി വെല്ലുവിളികളാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന് മുൻപിലുണ്ടായിരുന്നത്. നിശ്ചിത സമയത്ത് റെയിൽപാതയുടെ പണി പൂർത്തിയാകുന്നതോടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഒരു കടമ്പ് കൂടി പിന്നിടുകയാണ്.